ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മൾ നോമ്പിൻ്റെ തലേന്നത്തെ വിശേഷം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നോമ്പിൻ്റെ തലേന്നായിട്ട് നമുക്ക് എത്ര നമ്മൾ നനച്ചുള്ളി പണി കഴിച്ചെന്ന് പറഞ്ഞാലും നമുക്ക് ഓരോരോ കാര്യങ്ങൾ ഇനി ഉണ്ടാവില്ല റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ആദ്യം തന്നെ ഇത് വാഷിംഗ് മെഷീനിൽ തിരുമ്പാനുള്ളതൊക്കെ ഒന്നാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മക്കളെ ഡ്രസ്സ് ഇതൊക്കെയാണ്. ഇന്നിപ്പോൾ ഞാൻ 2 വാഷിംഗ് മെഷീനും ഒരുപോലെ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് നമുക്ക് നമ്മളെ തിരുമണ പരിപാടിയൊക്കെ ഇന്നത്തിലാണ് തീർക്കാനും വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് തിരുമ്പാൻ ഉണ്ട്. അപ്പോൾ അതും ഒരു ട്രിപ്പ് അവിടെ പിന്നെ ഓട്ടോമാറ്റിക്കിൻ്റെ വാഷിംഗ് മെഷീനിൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മക്കളുടെ ഡ്രസ്സ് നമ്മൾ പഴയ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് അതിൻ്റെ ഇടയിൽ നമ്മൾ വേഗം അടുക്കളയ്ക്ക് വന്നിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു കിട്ടാം. ഇന്നിപ്പോൾ ഇതൊക്കെയാണ് ചെമ്മീൻ നല്ല തേങ്ങ അരച്ചുകാണ്ട് നമ്മളെ എന്താ പറയുക കറിച്ചട്ടിയിൽ നമ്മളെ മൺചട്ടിയിലാണ് നമ്മൾ കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കുഞ്ഞ് ചട്ടിയിൽ ഇതൊക്കെയാണ് നല്ല അടിപൊളി ചെമ്മീൻ കറി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ ഉള്ളിയൊക്കെ ഇട്ടുകൊണ്ട് തൂമ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മാങ്ങ ഇട്ടിട്ടാണ് കറി റെഡിയാക്കി എടുത്തിട്ടുള്ളത്. പിന്നെ പത്തിരി ഇതാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് 30 ദിവസം എന്ന് പറഞ്ഞാൽ പത്തിരി തന്നെ ഇക്കാരല്ല. നമ്മൾ അല്ലാത്തപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലുണ്ട് കേട്ടോ പത്തിരി, നോമ്പിന് മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് ഇത് നോമ്പിന് വെച്ചിട്ട് പുത്തിരിയൊന്നുമില്ല. നമ്മളധികം എന്നാലും നോമ്പിന് പത്തിരി തന്നെ ഇക്കാരം അധികം ഉണ്ടാക്കൽ. അപ്പോൾ ഇനി ഏതായാലും നമ്മൾ ചായ കുടിയും കാര്യങ്ങളൊക്കെ കണ്ട് കഴിക്കട്ടെ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്നാണ്ട് നോക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചായക്കൊന്ന് പാർന്ന് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യട്ടെ. എന്നാലാണ് നമ്മൾ വീഡിയോസ് റെക്കമെൻഡായിട്ട് യൂട്യൂബ് എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുള്ളൂ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ച് നമുക്ക് പണികളൊക്കെ ഉണ്ട്. മുറ്റൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് വൃത്തിയാക്കി അടിച്ചു വാരി എടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സിറ്റൗട്ടിൻ്റെ മുന്നിൽ കുറച്ച് ഭാഗങ്ങളുണ്ടല്ലോ, അപ്പോൾ അവിടെ ആകെ ഇതൊക്കെ കച്ചറായി കിടക്കുകയാണ്. നല്ല മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മളിവിടെ നന്നാക്കിയാലും നന്നായി ഇങ്ങോട്ട് കാണൂല. അപ്പോൾ പറ്റണ വിധത്തിലൊക്കെ ആണ്ട് പിന്നെ അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഒന്നാകെ നന്നാക്കാൻ നിന്നാലും ഒരുപാട് സമയം പിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു വിധത്തിലൊക്കെ ഒന്നാണ്ട് അടിച്ചു വാരി കൂട്ടി അവിടെ കത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് വേറെയും പണികളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ചെടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് ഞാൻ വേറെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. നമ്മൾ ചെടികളൊക്കെ റെഡിയാക്കി എടുക്കുന്ന വീഡിയോസും കാര്യങ്ങളും. അപ്പോൾ കുറേ കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഗാർഡൻ വീഡിയോസൊക്കെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു വീഡിയോ ഒക്കെ ആ ഒരു പണിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ആ കണ്ണും തൊടൊക്കെ അടിച്ചു തരാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മുറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വെള്ളം മാർന്ന് പിന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ചെടി നനച്ചപ്പോൾ അത് വെച്ചിട്ട് തന്നെ മുറ്റമൊക്കെ ഒന്നാണ്ട് നനച്ച് ഗേറ്റൊക്കെ ഒന്നാണ്ട് നനച്ച് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ മുറ്റത്തെ പണികൾ മുൻഭാഗം മാത്രമേ പഠിച്ചു വാരിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ സമയം ഒരുപാടായപ്പോൾ ഞാനിതൊക്കെയാണ് അടുത്ത ട്രിപ്പ് ഇതാ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നനച്ചുള്ളി പണിക്കൊക്കെ ഒക്കെ റെഡിയാക്കിയതാണല്ലോ നനച്ചുള്ളി പണിൻ്റെ ക്ലീനിങ്ങിൻ്റെ ആ ടൈമിൽ. ഇനിയിപ്പോൾ ഏതായാലും നോമ്പിൻ്റെ തലേന്നായിട്ട് നമ്മൾ ബെഡ്ഷീറ്റും പുതപ്പും ഒക്കെ ഒന്നാണ്ട് റൂമത്ത് നമ്മൾ ഉപയോഗിക്കണമെന്ന് മാറ്റി ഒന്ന് തിരുമ്പി വെക്കും കേട്ടോ. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് മേലെ ഒന്ന് മാറാലൊക്കെ തട്ടിയെടുക്കും. ജസ്റ്റ് ഒന്ന് കാണുന്ന ഭാഗത്തുള്ള മാറാലകളൊക്കെ ഒന്ന് മേലെ അടിയൊക്കെ ഒന്നാണ്ട് ജസ്റ്റ് ഒന്ന് പിന്നെ മാറാലൊക്കെ ഒന്ന് തട്ടി എടുക്കുകയാണ്. എന്നിട്ട് ഇതാ മേലും അടിയും ഒന്നൊന്ന് അടിച്ചു വാരി തുടക്കണം കേട്ടോ. അപ്പം ഞാൻ നനച്ചുള്ളി പണീൻ്റെ തലേന്ന് നമ്മളെ നനച്ചുള്ളി പണീൻ്റെ അന്ന് നോമ്പിൻ്റെ തലേന്ന് നമ്മൾ ഈ പണികളൊക്കെ ചെയ്യണതാണ് കേട്ടോ. മേലെയും അടിയൊക്കെ ഒന്ന് മാറാല തട്ടിയിട്ട് ഒന്ന് മേലെ അടിയൊക്കെ ഒന്നായിട്ട് അടിച്ചു വാരി എടുക്കൽ. അങ്ങനെ അത് മേലെ അടിച്ചു വാരൽ കഴിഞ്ഞപ്പോഴാണ് കാക്ക ഭയങ്കര വിളി ചകിരിച്ചോറ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞാണ്ട് വിളിച്ചത്. അപ്പോൾ നമ്മളെ നനച്ചുള്ളി പണീൻ്റെ തലേന്നാണ്. അപ്പോൾ അതിൻ്റെ മുന്നേ കിട്ടുമോ എന്നിട്ട് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ നോമ്പിൻ്റെ മുന്നായിട്ട് നമുക്ക് ചെടീൻ്റെ പണിയും കാര്യങ്ങളൊക്കെ ആണ് കഴിക്കല വിചാരിച്ചിട്ട്. പക്ഷെ അന്ന് സംഭവം ഇല്ലേ, നമ്മളെ എടുത്ത് ചകിരി മില്ലുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പോയി നോക്കുമ്പോൾ അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്ന് പോയി നോക്കാനും വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പുമായി. അപ്പോൾ അതിന് മുന്നേ കിട്ടുമോ വെച്ചിട്ട് നോക്കിയിട്ട് അന്ന് കിട്ടിയില്ല. അതില്ലാഞ്ഞാലാണെങ്കിൽ ചെടി ഒരു വൃത്തിക്കായി കിട്ടൂല. അങ്ങനെ കുറിച്ചിട്ടൊന്നും ഒരു ബസ്സിലായി കിട്ടണില്ല കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ തുടക്കാൻ നിന്നിട്ടില്ല. പിന്നെയാണ് ഓർമ്മൻ്റെ വീട്ടിൽ നിന്ന് ചക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴഞ്ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോരോ തിരക്കും കാര്യങ്ങളും പൂക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നോക്കാൻ പറഞ്ഞു. ആ ഒരു ചെനച്ച പാട് കഴിക്കാനുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ നല്ലോണം പഴുത്തിട്ടുണ്ട്. നല്ല പഴുത്ത് ഇങ്ങനെ ഈമ്പി തിന്നാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ഇഷ്ടമായിക്കാറ്. പക്ഷേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എനിക്കിങ്ങനെ ആ ഒരു ചെനച്ചപാട് തിന്നതാണ് ഇഷ്ടം. അപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും എടുത്ത് തിന്ന് നോക്കുമ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാനൊരു 5-6 ചോള ഞാനും തിന്നു. മക്കൾ അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതൊക്കെ നമ്മൾ ഉള്ളി ഒന്ന്
നല്ലോണം വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ മുറ്റത്ത്. അപ്പോൾ ഇതൊക്കെയാണ് ഉള്ളിയൊക്കെ ഒന്ന് കുട അടിച്ചിട്ട് വെളിച്ചെണ്ണ ഒക്കെ പുരട്ടിയിട്ട് വേഗം തൊലിക്കാൻ കിട്ടും. അങ്ങനെ വെയിലത്ത് വെച്ചാൽ അങ്ങനെ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഇതൊക്കെയാണ് അതൊന്ന് വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒഴിവനുസരിച്ച് നമുക്ക് അതൊക്കെ ഒന്ന് തൊലിച്ചെടുക്കണം. പിന്നെ ഇതൊക്കെയാണ് അതിൻ്റെ ഇടയിൽ പിന്നെ മക്കളെ ഡ്രസ്സൊക്കെ വാഷിംഗ് മെഷീനിൽ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റേ വാഷിംഗ് മെഷീനിൽ ഉണക്കണത് കംപ്ലൈൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിലിട്ടുകാണ്ട് ഉണക്കിയിട്ട് ഇതൊക്കെയാണ് മോളോട് താഴത്ത് കൊണ്ടുപോയി തോരടാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അവൾ വേഗം ഓടുകയാണ്, ഞാൻ വീഡിയോ എടുക്കുമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ഓടിച്ചെന്ന് വീഡിയോ എടുത്തതാണ്. പിന്നെ അങ്ങനെ അടുത്ത ട്രിപ്പും വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മുകൾ ഭാഗത്ത് മുഴുവനും നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ബെഡ്ഷീറ്റും കാര്യങ്ങളും വിരിച്ചാൽ പിന്നെ അയലുമ്പോൾ പിന്നെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അങ്ങനെ മുറ്റത്ത് വിരിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് മുറ്റത്ത് ചെറിയൊരു അയലുണ്ട് കേട്ടോ. അപ്പോൾ മോൾ അവിടെ തോരയിടുന്നുണ്ട്. നമ്മളെ ബാക്ക് ഭാഗം മുറ്റം കണ്ടില്ല, നല്ലോണം എലിയും കച്ചറായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും മുന്നേ കടിച്ചേരി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി ആകും അടിച്ചേരി തുടക്കലും താഴെ മേലൊക്കെ കഴിഞ്ഞ് അതിന് ശേഷം ലാസ്റ്റ് ബാക്ക് ഭാഗം മുറ്റം അടിച്ചതാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതൊക്കെ നമ്മളെ പഴയ വാഷിംഗ് മെഷീനിൽ ഞാനിതൊക്കെയാണ് റൂമിലെ എല്ലാ ചവിട്ടിയും കാര്യങ്ങളൊക്കെ തിരുമ്പാൻ വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആകം. ഇനിയിപ്പോൾ മേലൊക്കെ ഒന്നാണ്ട് തുടച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഓപ്പൺ ഡ്രസ്സിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഞാൻ ചുടുപണിൻ്റെ ആ ഒരു ഇതിൽ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പിന്നെ ഭാഗം പാരപ്പറ്റ തുടക്കാനും വേണ്ടി. അപ്പോൾ അതും കൂടി തുടച്ചാലാണ് ഒരു വൃത്തി ഇങ്ങോട്ട് കിട്ടുള്ളൂ. അല്ലാഞ്ഞാൽ നമ്മൾ നിലം തുടച്ചിട്ടൊരു കാര്യമില്ലല്ലോ. അപ്പം നമ്മൾ പിന്നെ നനച്ചുള്ള പണി കഴിഞ്ഞാൽ 3-4 പ്രാവശ്യം ഇവിടെ തുടച്ചത്. നമ്മൾ തുടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ലോണം പൊടിയുണ്ട്. ഇവിടെ ഒന്നാകെ തുറന്ന് കിടക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അത് നല്ല വെള്ളത്തോടു കൂടി തുടച്ചിട്ട് പിന്നെ ഒന്ന് മുറുക്കി പിഴിഞ്ഞിട്ടൊന്ന് തുടച്ചെടുക്കുകയാണ്. എന്നാലാണ് ഈ ഒരു പൊടി പൊട്ട് പോയി തുടച്ചിനൊരു കാര്യം കിട്ടുള്ളൂ. വെറുതെയാണ് 2 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ നല്ലോണം പൊടിഞ്ഞും പാറും. എന്നാലും നമ്മളുടെ സമാധാനത്തിൽ നമ്മൾ തുടക്കണമല്ലോ. പിന്നെ നമ്മൾ ഈ ഒരു തുടക്കുന്ന ടൈമിൽ നമ്മൾ തിരുമ്പലും നടക്കുന്നുണ്ട്, തോരടലും നടക്കുന്നുണ്ട്. പിന്നെ വെള്ളം നമ്മളിപ്പോൾ ഓട്ടോമാറ്റിക്കിൻ്റെ വാഷിംഗ് മെഷീനിൽ പിന്നെ അത് തോരടാൻ പോയാൽ മതി. നമ്മളെ മറ്റേ വാഷിംഗ് മെഷീനിൽ പിന്നെ നമ്മളിങ്ങനെ വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാറ്റി കൊടുക്കണമല്ലോ. അപ്പോൾ അതവിടെ തകർത്തായിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നനച്ചുള്ള പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കോണിയും കാര്യങ്ങളൊക്കെ അവിടെ കോണിക്കോട്ട് കൊടുന്ന് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് മോളോട് മേലെ കൊണ്ടുവയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ താഴത്തെ പണിയിലാണ് കേട്ടോ. അങ്ങനെ മുകളിലത്തെ കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ താഴെ ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് അടിച്ച് വരും. മാറാല തട്ടൽ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ 2 റൂമത്തെ ബെഡ്ഷീറ്റ് ഇതൊക്കെ ഒന്ന് മാറ്റി പുതപ്പാണ് ഇപ്പോൾ ഞാൻ തിരുമ്പാട്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് വാഷിംഗ് മെഷീനിൽ ഇടണം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതൊക്കെയാണ് ഇവിടെ പിന്നെ കാക്ക ബാംഗ്ലൂർക്ക് കൊണ്ടുപോകാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ പാക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ദിവസത്തിനുള്ളിൽ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 ദിവസം നോമ്പ് വന്നിട്ട് പോവാച്ചിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് ഒരു ഭാഗത്തേക്കാണ്ട് ഒതുക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. മക്കൾ ഇതൊക്കെ ഇവിടെ പിന്നെ TV നന്നാക്കിയപ്പോൾ പിന്നെ 24 മണിക്കൂർ പിന്നെ അതിമേലാണ് കേട്ടോ. എനിക്ക് ഏത് നേരം ഈ ഒരു ഡൈനിങ് ഹാളത്തെ കസേരയും ടേബിളും തുടക്കാൻ തന്നെ നേരമുള്ളൂ. കാരണം എന്തെങ്കിലുമൊക്കെ ഫുഡ് ഞാൻ തിന്നാൻ അയക്കലില്ല കേട്ടോ. എന്നാലും ഒരു എന്തെങ്കിലും നുള്ളി പെറുക്കി തിന്നണത് ഇവിടെ വന്നങ്ങാണ്ട് തിന്നു. അപ്പോൾ അതിൻ്റെ പൊടിയും പൊട്ടും ആവും. അപ്പം എനിക്ക് ദേഷ്യം പിടിക്കും. അങ്ങനെ ചീത്തയും വാക്കൊക്കെ ആയിട്ട് അങ്ങനെ പോണ്. പിന്നെ ഓരോക്കെ അതിങ്ങനെ തീ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നാൻ കിട്ടണേ. അപ്പോൾ അതങ്ങനെ. പിന്നെ ഇനിയിപ്പോൾ അതൊക്കെയാണ് അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെയാണ് ഞാൻ തുടച്ചെടുക്കേണ്ടത്. അപ്പോൾ കാക്ക ഇന്നലെ കൊടുന്ന് തന്നതായിരുന്നു തുടക്കുമ്പോൾ ഇട്ട് കൊടുക്കാനും വേണ്ടി ഒരു ലിക്വിഡ് കൊടുത്തിട്ട് പേര് ഞാൻ മറന്നു. അപ്പോൾ നല്ല വാസന ഉണ്ട് കേട്ടോ അത്. അപ്പോൾ അത് ഒഴിച്ചെടുത്ത് കുറച്ച് ഒഴിച്ചെടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല മണമുണ്ട്. അങ്ങനെ അത് ഒഴിച്ചിട്ട് ഞാൻ തുടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും ഇന്നത്തെ വീഡിയോയിലൊന്നും ഡീറ്റെയിൽഡായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല. ഓരോരോ ക്ലിപ്പും കാര്യങ്ങളും എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കാക്ക എന്താ നമ്മളെ AC-ക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അത് ശരിയാക്കാനുള്ള തിരക്കിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആൾക്കാർ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ വന്നതാണ്. അവർ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ അവർ വരുന്നതിൻ്റെ മുന്നേ AC നന്നാക്കാൻ ആൾ വരുന്നതിൻ്റെ മുന്നേ ഞാൻ വേഗം അതൊക്കെ ഒന്ന് അടിച്ചേരി വേറെ റെഡിയാക്കിയിട്ട് പോകുന്നതാണ്. അപ്പോൾ അവരവിടെ ആണ് നന്നായിക്കോളും. അപ്പം പിന്നെ എനിക്ക് സമാധാനത്തോടു കൂടി ഇവിടെ മുറ്റത്ത് പണിയെടുക്കാം. മറ്റേത് അവരടിയിൽ ആ ഒരു പണിയെടുക്കലാകുമ്പോൾ നടക്കൂലല്ലോ. അങ്ങനെ അപ്പോൾ അവിടെ പണിക്കാരവിടെ ഉണ്ട് കേട്ടോ, അകത്തുണ്ട്. ഞാനിപ്പോൾ ഇതൊക്കെ നമ്മളകത്തെ ക്ലീനിങ്ങും കാര്യങ്ങളും കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിക്കാണ്. നമ്മൾ ബാക്ക് ഭാഗം മുറ്റം അടിച്ച് വാരിയിട്ടില്ല. പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത കുറേ വേസ്റ്റുകളാണ് ഇട്ടത്. നല്ല പിന്നെ സംഭവങ്ങളുണ്ട്, കുറേ വെട്ട് കഷ്ണങ്ങളുണ്ട്. കുറച്ച് ഞാൻ നല്ലത് മാറ്റി വെക്കും, നമുക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യം വരില്ല വെച്ചിട്ട് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഇതൊക്കെയാണ് അവിടെ ഒരു കുഴി ഉണ്ടല്ലോ, ആ കുഴിക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതൊക്കെ ഒന്നാണ്ട് കത്തിച്ചെടുക്കണം. അപ്പോൾ ഞാനത് ഇങ്ങനെ ഓരോന്ന് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഈ നനച്ചുള്ളി പണീൻ്റെ അന്ന് കത്തിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുഴി. ഇതിവിടെ എന്താ പറയുക കല്ലട്ട് കുഴി അങ്ങനെ എന്താണ്
സംഭവം. അപ്പോൾ അതിൽ കണ്ടിട്ട് കൊടുക്കണം. അപ്പോൾ ഇതിങ്ങനെ അടിച്ചു വാരി ഇട്ട് അല്ലെങ്കിൽ മഴക്കാലം വന്നാൽ അതിൽ നിറയെ വെള്ളം ഇക്കാറുണ്ട്. അതൊരു കട്ടക്കാലം പിടിച്ചൊരു സ്ഥലമാണ്. പിന്നെ മക്കളൊക്കെ വലുതായതുകൊണ്ട് പിന്നെ ആ ഒരു പേടില്ല. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ഞാൻ അടിച്ചു വാരി ഇടും. അപ്പോൾ അത് അങ്ങനെ അടിച്ചു വാരി ഇട്ടാൽ വേസ്റ്റായി കിടന്നാൽ കൊതും കാര്യങ്ങളൊക്കെ അറിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ പിന്നെ ഒന്നാകെ ഞാണ്ട് കത്തിച്ചെടുക്കും. അപ്പോൾ നല്ല വൃത്തിയാവട്ടോ കുഴി. നമ്മൾ ഇടുന്ന ചപ്പ് ചവറൊക്കെ മറ്റേ വെള്ളം നോക്കുമ്പോൾ ഒക്കെ വെള്ളത്തിൽ പൊന്തി കിടക്കും. അപ്പോൾ അതൊക്കെ ഞാൻ പാളിയും ഒക്കെ ഒന്ന് ഇട്ടിട്ട് ഒന്നാകെ കത്തി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വൃത്തിയായിട്ട് കത്തി റെഡി ആയിക്കോളും, കുഴി വൃത്തിയായിക്കോളും. അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ കുഴിൻ്റെ അവസ്ഥ. അങ്ങനെ അതിൻ്റെ അടിയിലാണ് നമ്മൾ കുളിക്കാനും വേണ്ടി പോകാൻ നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് പിന്നെ നമ്മളെ കൊറിയർക്കാക്ക വിളിച്ചിട്ടുണ്ടായിരുന്നത്. മീഷോയിൽ ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ട്രൈപ്പോഡാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. അപ്പോൾ പിന്നെ നമ്മൾ സെൽഫി സ്റ്റിക്ക് പോലത്തെ ഒരു ട്രൈപ്പോഡാണ് പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത്. വലിയ കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ ആൾ വിളിച്ചിട്ട് അപ്പോൾ ഒരു ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ കിട്ടിയ വക്കം പിന്നെ നമുക്കത് തുറന്ന് നോക്കാൻ എന്തൊക്കെ ഒരു ഇടങ്ങാറല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് തുറന്ന് നോക്കിയതാണ്. പിന്നെ ഇപ്പം നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇട്ടത് നമ്മൾ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിക്കാൻ വേണ്ടി നിന്നിട്ടുള്ളത്. അങ്ങനെ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അടമ്മാൻ്റെ റൂമെത്തത് അവർ കിടക്കുന്നത് മോളോട് പിന്നെ വിരിക്കാൻ പറഞ്ഞിട്ട് ആൾ വിരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് റമദാനായിട്ട് പിന്നെ പുതിയ ഈ നിസ്കാരക്കുപ്പ മുസല്ല, ഈ മുസല്ല കാക്ക റിയാദിലുള്ള ടൈമിൽ വന്നപ്പോൾ കൊടുന്നാണ്ട്. അപ്പോൾ ഇതിൻ്റെ കയ്യിലുണ്ടായിട്ട് 4 വർഷമായി, ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല. അന്ന് തന്ന പാടാണ്ട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ റമദാനൊക്കെ എടുക്കണം വിചാരിച്ചിട്ട്. പിന്നെ അതല്ലാത്ത മുസലും കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ ഇത് കുറച്ച് വെയിറ്റ് കൂടുതലും വലിപ്പം കൂടുതലുമാണ് കേട്ടോ. അപ്പോൾ കയ്യിൽ ഒതുങ്ങൂല. അപ്പം ഞാൻ നമ്മളെ നോർമലായിട്ടുള്ള മുസല്ലാണ് ഉപയോഗിക്കൽ. അതും പുതിയത് ഇപ്പം ഉമ്രക്ക് ആയപ്പോഴോ ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും ഇതൊക്കെ കുറേ ആയാലും ഭാഗത്ത് വെച്ചില്ല. പെട്ടെന്ന് മരിച്ചു പോയാലും പിന്നെ ഇപ്പോൾ ഇത് എടുത്ത് വെച്ചിട്ടൊരു കാര്യമില്ലല്ലോ. മനുഷ്യൻ്റെ കാര്യമില്ല, വെറുതെ എന്തിനാ ഇപ്പോൾ എടുത്ത് വെക്കണം. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം എന്താ പറയുക, ഉപയോഗിക്കല്ല വേണ്ടത് അല്ലേ. പിന്നെ നമ്മൾ നിസ്കാരക്കുപ്പായം നമ്മളിപ്പോൾ അടുത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കഴുകിയതിൻ്റെ ശേഷമാണല്ലോ ഉപയോഗിക്കാൻ. അങ്ങനെ അതവിടെ വാഷിംഗ് മെഷീനിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ആട്ടിച്ച് കൊടുന്ന വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ച് വെച്ചിരുന്നല്ലോ വലിയൊരു ടിന്നിക്ക്. അപ്പം അതിലത്തെ കീടനും ഇതൊക്കെ ഓർന്ന് വന്ന് വെളിച്ചെണ്ണയൊക്കെ നല്ലോണം തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കുപ്പിക്കൊക്കെ ഒന്ന് എടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ കാക്കപ്പോൾ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചത്. ഇനി വെള്ളം എടുക്കുന്ന സംഭവമാണല്ലോ അത്. അപ്പോൾ അതുകൊണ്ടൊന്ന് വെളിച്ചെണ്ണ എടുക്കാൻ പറ്റുമോ നോക്കിയിട്ടുണ്ട്. സംഭവം സൂപ്പറാണ്. വെളിച്ചെണ്ണ കീടനം ഇളകാതെ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അത്ര വെയിറ്റ് ഏറ്റാതെ നമുക്ക് എടുക്കാം. നമ്മളിങ്ങനെ മറ്റേത് പാട്ടുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ മുക്കി വയ്ക്കല്ലോ വേണ്ടത്. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു ടിന്നിൽ എന്താക്കണം, ഈ 2 ടിന്നാണ് ഇട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉള്ളത്. അപ്പോൾ ഈ ഒരു ടിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ടിന്നിലേക്ക് എടുക്കാനൊക്കെ സംഭവം സൂപ്പറായിരിക്കും. അപ്പോൾ അതാണ് ഇട്ടത്. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ സംഭവം ഉഷാറാണ്. എന്താ പറയാമെന്നൊന്നും അറിയില്ല, കാക്കൊക്കെ എവിടുന്ന കിട്ടിയെന്ന് അറിയില്ല. പിന്നെ നമ്മളെ വേസ്റ്റ് ബക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെച്ചതായിരുന്നു കേട്ടോ. അത് വെയിലത്തേക്ക് എടുത്ത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ വെയിലത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ കുഴീൻ്റെ അവസ്ഥ ഇപ്പോൾ അതാണ് കേട്ടോ. അതിലെല്ലാ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കത്തിയിട്ടുണ്ട്. ആ ഒരു അരുവിൽ ലേശം കത്താൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഇടാൻ പിന്നെ തീ ഇങ്ങോട്ട് ആളി കത്തിയപ്പോൾ പിന്നെ ഇടാനൊന്നും പറ്റിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നോമ്പൊക്കെ ആയിട്ട് തേങ്ങ ഒക്കെ ഒന്ന് പൊളിച്ച് റെഡിയാക്കിയിരിക്കുകയാണ്. ഒരു 10-12 തേങ്ങ നിങ്ങൾ കാക്കാനെ കൊണ്ട് പൊളിപ്പിക്കുകയാണ് കേട്ടോ. ഇപ്രാവശ്യം ഞാൻ പറഞ്ഞില്ല ചെടീൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ എടുത്തുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ നനച്ചുകൊടിൻ്റെ അന്നും അതിൻ്റെ 2 ദിവസം മുന്നൊക്കെ ആയിട്ട് മുറ്റത്ത് ഇങ്ങനത്തെ ഓരോരോ പണികൾ, അതിൻ്റെ ഗേറ്റ് ക്ലീൻ ആക്കലും അതുപോലെ പിന്നെ ചെടി നന്നാക്കലെല്ലാം കൂടിയൊക്കെ ആയിട്ട് ഞാൻ നോമ്പിന് കുറച്ച് പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണതാണ്. അപ്പോൾ ഇപ്രാവശ്യം അതൊന്നും നടന്നില്ല കേട്ടോ. ഏതായാലും ഇഞ്ചും വെളുത്തുള്ളിയും സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അല്ലാത്തൊന്നും നടന്നില്ല. കാരണം അല്ലാത്ത എക്സ്ട്രാ നമ്മളെ ചെടീൻ്റെ പണിക്ക് വേണ്ടി നിന്ന്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിന് ടൈം കിട്ടിയില്ല. ഇനിയിപ്പോൾ ഇതൊക്കെ നമ്മൾ ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ പിന്നെ കഴുകി എടുത്ത് വെച്ചതായിരുന്നു കേട്ടോ, ഉണക്കി. ഇനിയിപ്പോൾ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. നമ്മളെ കയ്യിലുള്ള ചെടികൾ തന്നെ അന്നാണ്ട് പിന്നെ ക്ലീൻ ആക്കിയിട്ട് കൊടുന്ന് വെച്ചതാണ്. അങ്ങനെ നമ്മൾ വെളുത്തുള്ളിയൊക്കെ പിന്നെ അതിൻ്റെ അടിയിൽ മക്കൾ 2 കൂടി തൊലിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കൂടി, മക്കൾ കുറച്ച്, ബാക്കി മുഴുവനും ഞാൻ തന്നെ കേട്ടോ. എന്നാലും പിന്നെ അവരും സഹായിച്ചു തന്നു കേട്ടോ. ഞാനും മോനും ഉണ്ടായിരുന്നു.
പിന്നെ അങ്ങനെ വെളുത്തുള്ളിയാണ് പിന്നെ കുറച്ച് ടാസ്ക്കുള്ള പരിപാടിയില്ല, തൊലിച്ച് റെഡിയാക്കി എടുക്കുക എന്നുള്ളത്. അങ്ങനെ ആദ്യത്തെ തൊലിച്ചത് കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഇഞ്ചി നമ്മളെ കയ്യിലുള്ള ഇഞ്ചി ഇതൊക്കെ പിന്നെ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ട് അതൊന്ന് കഴുകി പാത്രത്തിലാക്കി വെക്കണം. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് ഓരോ ക്യൂബാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കലുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ അതൊന്നും ചെയ്യണില്ല. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് ചതച്ച്, നമുക്ക് അധികം പേസ്റ്റ് ആക്കിയാൽ ഒരു ടേസ്റ്റ് ഇല്ലാത്തൊരു പോലെ തോന്നിയിട്ടാണ്. അപ്പോൾ നമുക്കിങ്ങനെ എന്തെങ്കിലും ഇങ്ങനെ ചതച്ച് കണ്ട് ഇടണമല്ലോ അതിൻ്റേതായ ഒരു ടേസ്റ്റ്. പിന്നെ ഇതൊക്കെയാണ് അച്ചാറിടാനുള്ള മാങ്ങ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഉണ്ടാക്കലൊന്നും നടന്നിട്ടില്ല, ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മളെ നോമ്പിൻ്റെ തലേന്നത്തെ ഒരുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.